സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ലെക്ചറുകളിൽ നിന്നൊക്കെ എങ്ങനെ കാര്യക്ഷമമായിട്ട് നോട്ട്സ് എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനസഹായിയാണ്. അതെ, വായിച്ച് നോട്ടുണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ടല്ലോ ഇതിനല്ലേ? കേൾക്കുമ്പോൾ തന്നെ പ്രധാന പോയിന്റ്സ് എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും ഇതൊരു എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. കാരണം കേൾക്കുമ്പോൾ നോട്ട് കുറിക്കുക എന്ന് പറഞ്ഞാല് അത് വെറുതെ ഇങ്ങനെ കേട്ടെടുത്തു പോലെയല്ല. അല്ല, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിലെ പ്രധാന ആശയങ്ങൾ വേർതിരിച്ചെടുക്കണം. ആ ഗൈഡിൽ പറയുന്ന പോലെ ഇത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. ആ ഗൈഡിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം ആ കേൾക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊരു മുന്നൊരുക്കം വേണമെന്നതാണ്. പ്രിപ്പറേഷൻ. അതെ, ആ വിഷയത്തെപ്പറ്റി നമുക്ക് എന്തറിയാം, അല്ലെങ്കിൽ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ സംശയങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നത് പുതിയ കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെ ഒന്ന് റെഡിയാക്കും, അല്ലേ? അതെ അതെ, ആ ഒരു തയ്യാറെടുപ്പ് അത് പ്രധാനമാണ്. പിന്നെ കേൾക്കുമ്പോ വെറുതെ കേട്ടിരുന്നാ പോരാ, ആക്റ്റീവായിട്ട് ചിന്തിക്കണമെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ മെയിൻ ഐഡിയാസുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം. കൃത്യം. ചിലപ്പോൾ നമുക്ക് അതിനോട് വിയോജിപ്പുണ്ടാകാം. അതും നോട്ട് ചെയ്യാം. അതും കുറിച്ചു വെക്കാം. പിന്നീട് അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനുമൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ നോട്ട് കുറിക്കാൻ വേണ്ട സാധനങ്ങളെപ്പറ്റി, അതായത് പേന, പേപ്പർ, അതിനെക്കുറിച്ചും ചില ടിപ്സ് ആ ഗൈഡിൽ കണ്ടു. പല നിറത്തിലുള്ള പേനയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന്. ഓ അതെ, അത് പ്രധാന പോയിന്റ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പിന്നീട് നോക്കുമ്പോൾ എളുപ്പമുണ്ടാവും. വലിയ പേജുള്ള ബുക്കോ അല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഷീറ്റ്സോ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യാൻ എളുപ്പത്തിന്. ശരിയാണ്. ഇനി ലെക്ചറിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ സാധാരണ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആമുഖം, മെയിൻ ഭാഗം, പിന്നെ അവസാനം ഒരു കൺക്ലൂഷൻ, അങ്ങനെ. അതെ, ആ ഒരു ഘടന തിരിച്ചറിയുന്നത്, എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് പ്രധാന പോയിന്റ്സ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. നോട്ടുകൾക്കൊരു ഓർഡർ കിട്ടും. അതിന് സഹായിക്കുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കാനോ ആ ഗൈഡിൽ പറയുന്നുണ്ടല്ലോ, സിഗ്നൽ വേർഡ്സ്. യെസ്, സിഗ്നൽ വേർഡ്സ്. ഇപ്പോൾ പ്രധാന ആശയങ്ങൾ പറയുമ്പോൾ എന്താ പറയാ, ഇത് പ്രധാനമാണ്, ഓർക്കേണ്ട കാര്യം, ഒന്നാമതായി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, ഇതുപോലെ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഉദാഹരണമാണെന്ന് മനസ്സിലാക്കാം. ഉപസംഹാരത്തിൽ, ചുരുക്കത്തിൽ, അവസാനമായി എന്നൊക്കെ പറയും. അതെ, എന്നാൽ ചിലപ്പോൾ സംസാരത്തിനിടയിൽ വിഷയത്തിൽ നിന്ന് മാറിയൊക്കെ സംസാരിക്കാം. ഡൈഗ്രഷൻസ് എന്ന് പറയും. സംസാരവശാൽ വേറൊരു കാര്യം ഓർത്തപ്പോ എന്നൊക്കെ. അതെ, അതൊന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആവർത്തനങ്ങൾ ഒഴിവാക്കാം, നോട്ടിന്റെ നീളം കൂടാതിരിക്കാൻ. അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. എന്നാലും ചിലപ്പോൾ ലെക്ചർ കേൾക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ചില ഭാഗങ്ങൾ മനസ്സിലാവാതെ വരാം. അപ്പോൾ എന്തു ചെയ്യണമെന്നാണ് നിങ്ങളുടെ ഗൈഡ് പറയുന്നത്? അങ്ങനത്തെ സിറ്റുവേഷനിൽ തളർന്നു പോകാതെ അല്ലെങ്കിൽ ശ്രദ്ധ വിടാതെ നമുക്ക് മനസ്സിലായ കീവേഡ്സ് എങ്കിലും, പ്രധാന വാക്കുകളെങ്കിലും കുറിച്ചെടുക്കാൻ ശ്രമിക്കണം. ഫുൾ സെന്റൻസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ വാക്കുകൾ വെച്ച് പിന്നീട് നമുക്ക് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനോ പറ്റും. പ്രധാന കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് അത് മൊത്തത്തിൽ വിട്ടുകളയരുത്. ഓക്കെ. അപ്പോൾ ഈ കുറിച്ചുവെച്ച നോട്ടുകൾ, ഷോർട്ട് ഹാൻഡൊക്കെ പോലുള്ളവ പിന്നീട് എങ്ങനെയാണ് ഉപയോഗിക്കുക? റീകൺസ്ട്രക്റ്റിംഗ് നോട്ട്സ് എന്ന് ആ ഗൈഡിൽ കണ്ടു. അതെന്താണ് സംഭവം? നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന നോട്ട്സ് പലപ്പോഴും ചുരുക്കെഴുത്തും ചിലപ്പോൾ ചിഹ്നങ്ങളും പൂർത്തിയാക്കാത്ത വാചകങ്ങളുമൊക്കെ ആയിരിക്കും, അല്ലേ? അതെ. ഈ നോട്ടുകളെ ബേസ് ചെയ്ത് പിന്നീട് ഫുൾ സെന്റൻസിൽ കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള ഭാഷയിൽ ഒരു റിപ്പോർട്ട് പോലെയോ അല്ലെങ്കിൽ ഉത്തരങ്ങൾ പോലെയോ എഴുതുന്നതിനെയാണ് ഈ റീകൺസ്ട്രക്റ്റിംഗ് നോട്ട്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്കോ അസൈൻമെന്റിനോ ഒക്കെ വേണ്ടി വരുമ്പോൾ. അതെ, ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനും ഓർമ്മയിൽ വയ്ക്കാനും സഹായിക്കും, ഒരു റിവിഷൻ പോലെ. അപ്പോ ശരി, നമ്മൾ ഈ ചർച്ച ചെയ്ത പഠനസഹായം വെച്ച് നോക്കുമ്പോൾ ഒരു ലെക്ചറിൽ നിന്ന് നന്നായി നോട്ടെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, മുൻകൂട്ടി തയ്യാറെടുക്കുക. പിന്നെ കേൾക്കുമ്പോൾ ആക്റ്റീവായിട്ട് ചിന്തിക്കുക, പ്രധാന പോയിന്റ്സ് തിരിച്ചറിയുക. അതെ, ലെക്ചറിന്റെ ഘടനയും ആ സിഗ്നൽ വാക്കുകളും ശ്രദ്ധിച്ച്
ആവശ്യമുള്ളത് മാത്രം കുറിച്ചെടുക്കുക. കൃത്യം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ വിട്ടുകളയാതെ കീവേഡ്സ് കുറിക്കുക. പിന്നീട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യമെങ്കിൽ ഈ നോട്ടുകൾ വെച്ചൊരു ഫുൾ റിപ്പോർട്ട് പോലെ എഴുതുക. അതെല്ലാം കൂടിയാവുന്ന പഠനം കുറച്ചുകൂടി എളുപ്പമാവും, സമയവും ലാഭിക്കാം. ശരിയാണ്. ഇനി ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു കാര്യം. നമ്മളിപ്പോൾ സംസാരിച്ച ഈ നോട്ടെടുക്കുന്ന രീതികളില്ലേ, ഇത് ഈ ക്ലാസ് റൂം ലെക്ചറുകൾക്ക് മാത്രമുള്ളതാണോ? നിങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിംഗുകൾ ഉണ്ടാവാം, വർക്ക്ഷോപ്പുകൾ ഉണ്ടാവാം, എന്തിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുന്ന സാധാരണ സംസാരങ്ങളിൽ പോലും ഈ ടെക്നിക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം? അതൊരു നല്ല പോയിന്റാണ്. പഠനത്തിനപ്പുറം നിങ്ങളുടെ ജോലിസ്ഥലത്തും മറ്റ് സാഹചര്യങ്ങളിലും ഈ കഴിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.